ബീഫും കായും കൂടി വരട്ടിയെടുക്കാം. അപ്പൊ ഒരു 1.5 കിലോ ബീഫ് ഉണ്ട്. അപ്പൊ ഒരു 5-6 അത്ര വലിപ്പമുള്ള കായല്ല കേട്ടാ, ഞാൻ എത്ര കായ എടുത്തിട്ടുണ്ട്. കായാവും അതെടുത്തിട്ട് ഇതിന്റെ ഒപ്പം നല്ല നീക്കല് നല്ലത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറുള്ളി, അതൊരു 10-30 ചെറുള്ളി. പിന്നെ വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും, സബോള, ഈ പൊടികളിടാം. കുറച്ച് തക്കാളി ഇട്ടുണ്ട് കേട്ടോ. ഒരു 1.5 തക്കാളി ഉണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു പൊടിച്ചാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേപ്പല ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ടുണ്ടിട്ടല്ലേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റി. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇളക്കി ഒഴിപ്പിച്ച് കുക്കറിലിട്ട് വേവിക്കാം. അപ്പൊ കായ സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മള് ബീഫിലിടുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റാണ് കറി. ഇങ്ങനെ തന്നെ ചെറുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടാ, എന്നാലും നല്ല രസമുണ്ടാവും. ഇങ്ങനെ പൊടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊരു 3 സബോള ചേർക്കുന്നുണ്ട്. അതിൽ കുറച്ച് ചുവന്നുള്ളി ഉണ്ട്. ഒരു 10-15 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക് ഒരു 3 കീറിയിട്ടതും, വേപ്പല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിരിക്കുക. അപ്പൊ സവാള ഒരു പകുതി ആവുമ്പോ ഇതിട്ട് കൊടുത്തതിന് ശേഷം അതും വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വരണട്ടോ. അങ്ങനെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പൊ അത് ഇത്തിരി വഴറ്റിയെടുക്കല്ലോ. വെളുത്തുള്ളിയിലൊക്കെ പച്ചമുളക് ഉണ്ടെങ്കിൽ അപ്പൊ ഇത് 1 സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല. അപ്പൊ നേരത്തെ ഞാൻ അതിലിട്ടുണ്ട് കേട്ടോ, അതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ടിട്ട് നന്നായി വഴറ്റിയെടുത്ത് അടച്ചെടുക്കുക. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പൊ അതിന് കഴിക്കാനുള്ളതാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായും റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നമുക്കറിയാമല്ലോ, അപ്പം അതുപോലെ പുട്ട് എല്ലാത്തിന്റെ കൂടിയും പോണൊരു കറിയാണത്. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പം കൂടി കഴിക്കാൻ പോകും.
വളരെ ടേസ്റ്റ്. ഇത്ര ചാറൊക്കെ പാടുള്ളൂ. ഇതായിരിക്കണം. കായ അതിലിട്ട് വേവിക്കണം. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു ഫേവറേറ്റ് കറിയാണത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.